മഹാന്മാരായ ശാഫിഈ മദ്ഹബിലെ പ്രമുഖ പണ്ഡിതന്മാരുടെ ചില ഉദ്ധരണികൾ നിങ്ങൾക്ക് കേൾക്കാം. റജബ് മാസത്തിൽ എന്തേ നോമ്പ് പ്രശ്നമാണോ? എന്തേ സ്വലാത്ത് നിസ്കാരം അത് പ്രശ്നമാണോ? എന്തേ പുതിയ ഇബാദത്തുകൾ ചെയ്താൽ അത് കുഴപ്പമുണ്ടോ? അള്ളാഹു ശിക്ഷിക്കോ എന്നൊക്കെ പല ആളുകളും ചോദിക്കാറുണ്ട്. അറിയാത്തവരാണെങ്കിൽ ഇതാ കേട്ടോളൂ. നമ്മുടെ ഇമാമുമാർ അവർ പറയുകയാണ്. ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ, അദ്ദേഹം ഈ റജബ് മാസത്തിലെ ഇല്ലാത്ത പുതുതായ കാര്യങ്ങൾ, ബിദ്അത്തായ കാര്യങ്ങൾ, അത് തെറ്റാണ്, ബിദ്അത്താണ്, അത് ചെയ്യരുത് എന്ന് പറയാൻ മാത്രം ഒരു കിതാബ് എഴുതിയിട്ടുണ്ട്. തബീനുൽ അജബ് ബിമാ വറദ ഫീ ഷഹ്രി റജബ് ആണ് കിതാബിൻ്റെ പേര്. ആ കിതാബിൽ അദ്ദേഹം പറയുകയാണ്, ലം യരിദ് ഫീ ഫദ്ലി ഷഹ്രി റജബിൻ വലാ ഫീ സിയാമിഹി വലാ ഫീ സിയാമി ശൈഇൻ മിൻഹു മുഅയ്യൻ വലാ ഫീ ഖിയാമി ലൈലത്തിൻ മഖ്സൂസത്തിൻ ഫീഹി ഹദീസുൻ സഹീഹുൻ യസ്ലുഹു ലിൽ ഹുജ്ജ. റജബ് മാസത്തിൻ്റെ ശ്രേഷ്ഠതയായിക്കൊണ്ട് അതിൽ പ്രത്യേകമായി വല്ല നോമ്പോ അതല്ലെങ്കിൽ പ്രത്യേകമായി ഇന്ന ദിവസം, പൊതുവായി എന്നല്ല പ്രത്യേകം ഒരു ദിവസം നോമ്പ് എന്നോ അതല്ല പ്രത്യേകമായൊരു നിസ്കാരമെന്നോ ഉദ്ധരിക്കപ്പെട്ട് കിട്ടിയിട്ടില്ല. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും വന്നിട്ടില്ല. തെളിവിന് കൊള്ളാവുന്ന അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ച ആ വാക്ക് നോക്കണം സഹോദരങ്ങളെ. ഫീഹി ഹദീസുൻ സഹീഹുൻ യസ്ലുഹു ലിൽ ഹുജ്ജ. തെളിവിന് കൊള്ളാകുന്ന ഒരൊറ്റ സഹീഹായ ഹദീസും ആ വിഷയത്തിൽ വന്നിട്ടില്ല.